നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ലാലിഗയിൽ റയൽ മാഡ്രിഡ് പൊട്ടി. ഏകപക്ഷീയമായ 2 ഗോളുകൾക്കാണ് സെൽറ്റ വിഗോ അവരെ സാന്റിയാഗോ ബെർണാബുവിലിട്ട് പരാജയപ്പെടുത്തിയിരിക്കുന്നത്. റഫറിക്കെതിരെ അതിശക്തമായിട്ടുള്ള വിമർശനങ്ങളാണ് കളിക്ക് ശേഷം സാബി അലോൺസോ അഴിച്ചുവിട്ടത്. റഫറി കിൻഡിഡോ ഗോൺസാലസ് തങ്ങൾക്കെതിരെ പ്രവർത്തിച്ചു എന്നാണ് റയലിൻ്റെ താരങ്ങളും പറയുന്നത്. കളിയിൽ അത്തരത്തിലുള്ള കുറേ ഡിസിഷൻസ് ഉണ്ടായിരുന്നു, സംശയമില്ല. 2 റെഡ് കാർഡുകളാണ് റയലിൻ്റെ താരങ്ങൾക്ക് കൊടുത്തത്. ഒന്ന് ഫ്രാൻ ഗാർഷ്യക്ക് കൊടുത്തു, മറ്റൊന്ന് കരേറസിന് കൊടുത്തു. കരേറസിന് അവസാന ഘട്ടത്തിലാണ് കൊടുക്കുന്നത്. അതിനെക്കുറിച്ച് ഇപ്പോൾ പറയുന്നത്, കരേറസ് റഫറിയോട് നീ വളരെ മോശമാണ്, നിൻ്റെ റഫറിങ് വളരെ മോശമാണ് എന്ന് പറഞ്ഞതിനാണ് അദ്ദേഹത്തിന് റെഡ് കാർഡ് കൊടുത്തത് എന്നാണ് ഇപ്പോൾ റിപ്പോർട്ട്. ഏതായാലും സംഗതി റയലിന് വലിയ തിരിച്ചടിയായി മാറിയിരിക്കുകയാണ്. എൻട്രിക്കിനും റെഡ് കാർഡ് ഉണ്ട് എന്ന് ഇപ്പോൾ റഫറി റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. അത് ബെഞ്ചിൽ നിന്ന് ചാടി എഴുന്നേറ്റ് ഫോർത്ത് ഒഫീഷ്യലുമായിട്ട് തർക്കിച്ചു എന്നൊക്കെയാണ് കാരണമായി പറഞ്ഞിരിക്കുന്നത്. ഏതായാലും വലിയ തിരിച്ചടി റയൽ മാഡ്രിഡിന് ലഭിച്ച മത്സരത്തിൽ പരിക്ക് ഇദർ മിലിറ്റാവോക്ക് ഏതാണ്ട് ഒരു 2 മാസക്കാലമെങ്കിലും പുറത്തിരിക്കേണ്ടി വരുമെന്ന റിപ്പോർട്ടുകൾ ആ കാര്യത്തിൽ വരുന്നുണ്ട്. കൂടുതൽ ടെസ്റ്റുകൾ ഇന്ന് നടത്തുന്നതോടുകൂടിയാണ് അതിലൊരു വ്യക്തത വരികയുള്ളൂ. സെൽറ്റ വിഗോക്ക് വേണ്ടി 2 ഗോളുകൾ നേടിയത് സ്വെഡ്ബർഗ് ആയിരുന്നു. സാന്റിയാഗോ ബെർണാബുവിൽ നടന്ന മത്സരത്തിൽ റയലിൻ്റെ മുന്നേറ്റങ്ങൾ നയിച്ചുകൊണ്ട് കിലിയൻ എംബാപ്പയും വിനി ജൂനിയറും ജൂഡ് ബെല്ലിംഗാമും ഒക്കെ ഒരുമിച്ചിറങ്ങിയപ്പോൾ മറുഭാഗത്ത് ഇഗ്ലേസിയസിനെ മുന്നിൽ നിർത്തിക്കൊണ്ടാണ് സെൽറ്റ വിഗോ അവരുടെ നീക്കങ്ങൾ നടത്തിയത്. നിരവധി അവസരങ്ങൾ ഉണ്ടാക്കിയെടുത്തിട്ടും റയലിന് ഗോള് കണ്ടെത്താൻ പറ്റാത്ത ആദ്യ പകുതിക്ക് ശേഷം രണ്ടാം പകുതിയിൽ 54-ാമത്തെ മിനിറ്റിൽ സ്വെഡ്ബർഗിലൂടെ സെൽറ്റ വിഗോ ലീഡെടുത്തു. 64-ാമത്തെ മിനിറ്റിൽ ഫ്രാൻ ഗാർഷ്യക്ക് റെഡ് കാർഡ് കിട്ടുന്നു. എന്നിട്ടും പക്ഷേ റയൽ 10 പേരായിട്ട് ചുരുങ്ങിയിട്ടും നല്ല രൂപത്തിൽ കളിക്കുന്നുണ്ടായിരുന്നു. സാബി അലോൺസോ പറഞ്ഞത്, ഞങ്ങൾ 10 പേരായതാണ് 11 പേരേക്കാൾ നന്നായിട്ട് കളിച്ചത്, കാരണം അപ്പോൾ പിന്നെ ഞങ്ങൾ കൂടുതൽ റൺ ചെയ്യാനും കവർ ചെയ്യാനും ഒക്കെ തുടങ്ങി എന്ന് അദ്ദേഹം പറയുന്നു. ഏതായാലും മത്സരം അവസാന ഘട്ടത്തിലേക്ക് പോകുമ്പോൾ വീണ്ടും റെഡ് കാർഡ്, കരേറസിന് റെഡ് കാർഡ്. ഫിനാലെ സ്വെഡ്ബർഗിൻ്റെ ഗോൾ കൂടി വന്നപ്പോൾ ഏകപക്ഷീയമായ 2 ഗോളുകളുടെ വിജയത്തിലേക്ക് സെൽറ്റ വിഗോ കടന്നുപോയി. അറ്റമില്ലാത്ത റഫറി വിമർശനങ്ങളിലേക്ക് റയൽ മാഡ്രിഡും RMTVയും ഒക്കെ കടന്നു കഴിഞ്ഞിട്ടുണ്ട്. 16 കളികളിൽ നിന്ന് 36 പോയിൻ്റാണ് ഇപ്പോൾ റയലിനുള്ളത്. 2ാം സ്ഥാനത്താണ്. 16 കളിയിൽ നിന്ന് 40 പോയിൻറ്റുമായിട്ട് ബാഴ്സ ഒന്നാമതാണ്. അടുത്ത കളിയിൽ വിയാറയിൽ വിജയിച്ചാൽ, വിയാറയിൽ ഇപ്പോൾ 15 കളിയിൽ നിന്ന് 35 പോയിൻ്റാണ്, അത് വിജയിച്ചാൽ റയൽ 3ാം സ്ഥാനത്തേക്ക് വീഴുന്ന സ്ഥിതിവിശേഷവും ഉണ്ടാകും. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം.